എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോ നമ്മുടെ ബജാജിൻ്റെ ചേതക്കിൻ്റെ ആ ഒരു ടോപ്പ് വേരിയൻറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മളിതിൻ്റെ ബേസ് വേരിയൻറ്റും തൊട്ട് മുകളിലുള്ള വേരിയൻറ്റും നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഈ ടോപ്പ് വേരിയൻറ്റ് വന്നപ്പോൾ തന്നെ നമുക്ക് ഷോറൂമിൽ നിന്ന് വിളിച്ചു. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വീഡിയോയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനോടൊപ്പം തന്നെ ചെറിയ റിക്വസ്റ്റും കാര്യങ്ങളുണ്ട്. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഇതൊരു റിക്വസ്റ്റാണ് കേട്ടോ. നമുക്ക് എന്തായാലും വണ്ടിയുടെ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം. ഇതാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക്. ഈ വണ്ടിയുടെ റേഞ്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഏകദേശം 153 കിലോമീറ്ററാണ് ഈ ഒരു വണ്ടിയുടെ റേഞ്ചും കാര്യങ്ങളും വരുന്നത്. അതുപോലെ തന്നെ ഏകദേശം ഒരു 73 ഇതിൻ്റെ ടോപ്പ് സ്പീഡും കാര്യങ്ങളും വരുന്നത്. പിന്നെ ബ്രേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക്കാണ് വരുന്നത്, ബാക്കിൽ നമുക്ക് ഡ്രമ്മാണ് വരുന്നത്, ബാക്കിൽ കോംബി ബ്രേക്കാണ്. അതുപോലെ തന്നെ ഈ മീറ്റർ ക്ലസ്റ്ററും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ മീറ്റർ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൽ നമുക്ക് ന്യൂട്രൽ, പിന്നെ അടിയിൽ നമുക്കിവിടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. പ്രസ് ബട്ടനാണ് വരുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓണാവും. അത് ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഇതായി വരും. പിന്നെ ഇതിൻ്റെ അവിടെ ഗ്ലോ ബോക്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ഗ്ലോ ബോക്സ് ഓൺ ചെയ്യണതാ ഇവിടെ ബട്ടൺ കണ്ടോ, ഈ ഒരു ബട്ടൺ ജസ്റ്റ് ഓണാക്കി കഴിഞ്ഞാൽ ഗ്ലോ ബോക്സ് ഓൺ. ഈ ഒരു ഗ്ലോ ബോക്സിൻ്റെ സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 ലിറ്ററാണ്. അതുപോലെ തന്നെ നമുക്ക് ഫോബ് കീയും കാര്യങ്ങളാണ് വരുന്നത്. നമ്മുടെ നോർമൽ കാറുകളിലൊക്കെ കാണുന്ന പോലത്തെ സെൻസർ കീയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. അടിപൊളിയുണ്ടല്ലേ, 2 കീയും കാര്യങ്ങളും വരുന്നുണ്ട്. നല്ലൊരു ഷേപ്പിൽ ഒരു വെറൈറ്റി ഷേപ്പായിട്ടാണ് ഈ കീയും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഗ്ലോ ബോക്സ്, ഇവിടെ നമുക്ക് ചാർജിങ്ങിൻ്റെ ആ ഒരു ഇത് നമുക്ക് അത് ടൂളാണ് കേട്ടോ, സോറി, ടൂളും കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട്. USB-യുടെ ഇതും കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട് ചാർജ് ചെയ്യണത്. പിന്നെ ഈ മീറ്റർ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ ടച്ചും കാര്യങ്ങളാണ് വന്നിട്ട്. ഇതിൽ നമുക്ക് കാണുന്നുള്ളത് മെനു, സൈഡ് സ്റ്റാൻഡ് ഉണ്ട്, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതാ സൈഡ് സ്റ്റാൻഡ് തട്ടിപ്പോൾ അത് പോയി. ഇവിടെ ഡിസ്പ്ലേ, ഡോക്യുമെൻറ്റ്, ഇതിൽ നമുക്ക് ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. സെറ്റിങ്സ് കുറേ കാര്യങ്ങളുണ്ടല്ലോ, വെഹിക്കിൾ നമ്പർ, ഇൻഫോ, ഡോക്യുമെൻറ്റ്സ്, കുറേ സെറ്റിങ്സ്, എന്തോരം കുറേ ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോന്നായിട്ട് നമുക്ക് പതുക്കെ നോക്കേണ്ടി വരും. പിന്നെ ബാക്ക് അടിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ, ഇവിടെ നമുക്ക് എഫിഷ്യൻസി കാണുന്നുണ്ടോ, ഇതാ എത്ര ദൂരം നമുക്ക് കിലോമീറ്റർ പോകാൻ പറ്റും, ചാർജിൻ്റെ എത്ര പെർസെൻറ്റേജ് ചാർജ്, ഇവിടെ ഓഡോമീറ്ററിൻ്റെ കിലോമീറ്റർ റേഞ്ച്, എത്ര റേഞ്ച് നമുക്ക് കിട്ടുന്നുള്ളത്, ഇതൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ മെനുവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് മീറ്റർ ക്ലസ്റ്റർ. ഇവിടെ നമുക്ക് കണ്ടില്ലേ മ്യൂസിക് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് അതിൽ ആപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം, എന്നാലേ നമുക്കത് പറ്റുള്ളൂ. ഇതാക്കാം. പിന്നെ നമുക്ക് നാവിഗേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നാവിഗേഷൻ ഇതൊക്കെ കാണാം. ഇതൊക്കെ ഒന്ന് സെറ്റാക്കണമല്ലോ, സെറ്റാക്കിയാലാണ് നമുക്കിതൊക്കെ കാണാനായിട്ട് സാധിക്കുള്ളൂ. ഈ മ്യൂസിക് കൺട്രോളിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ വണ്ടിയിലല്ല പാട്ട് വരിക, നമ്മൾ ബ്ലൂടൂത്ത് കാതിൽ ബ്ലൂടൂത്തിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാനാണ് സാധിക്കുക. അല്ലാണ്ട് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് പാട്ടും കാര്യങ്ങളൊന്നും കേൾക്കില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ടച്ചിൽ കൺട്രോൾ ചെയ്യണ പോലെ തന്നെ നമുക്ക് ഈ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കട്ടെ. ഫോണുണ്ട്, പിന്നെ ഇത് ബാക്ക് അടിക്കുന്ന ബട്ടൺ ഉണ്ട്. ഇത് നമ്മുടെ സൈഡിലേക്ക് ഇൻഡിക്കേഷൻ്റെ ബട്ടനാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഡിമ്മും ബ്രൈറ്റും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇതാണ് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് വരുന്നത്. ഇവിടെ നമുക്ക് ഇൻഡിക്കേഷൻ ഈ സൈഡിലാണ് വരുന്നത്. ഇത് നമുക്ക് റിവേഴ്സ്, അതുപോലെ നമ്മുടെ ആ ഗ്ലോ ബോക്സ് തുറക്കണ ബട്ടൺ ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഡ്രൈവ് മോഡ്, ഇത് നമ്മുടെ സെലക്ട് ചെയ്യണ ആ ഒരു ഇത് സെലക്ട് ചെയ്യണ ബട്ടൺസ്. ഇത് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് കൺട്രോൾ ചെയ്യണ ആ ഒരു ബട്ടണും കാര്യങ്ങളാണ് ഈ വരുന്നത് കേട്ടോ. മിറർ കണ്ടോ, മിററൊക്കെ നല്ല ഭംഗിയായിട്ടുള്ളൊരു മിററാണ് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. സൈഡ് സ്റ്റാൻഡ് ഇട്ടാൽ സൈഡ് സ്റ്റാൻഡ് ഇടുമ്പോൾ നമുക്ക് ആ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ വീണ്ടും ഓൺ ആവണതായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലത്തെ സീറ്റിൻ്റെ ഉള്ളിലത്തെ കപ്പാസിറ്റിയാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗ്ലോ ബോക്സ് തുറക്കണമെന്ന് നമ്മൾ കാണിച്ചു തന്നു. അതുപോലെ തന്നെ ഈ നമ്മുടെ ബാക്കിലുള്ള സീറ്റ് എങ്ങനെ ഓപ്പൺ ആക്കാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഗ്ലോ ബോക്സിൻ്റെ ബട്ടൺ കണ്ടോ, ഈ ബട്ടൺ തന്നെ നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്യാം. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ സീറ്റ് ഓപ്പൺ ആയി കണ്ടോ. ഇതാണ് ഇതിൻ്റെ കപ്പാസിറ്റി കണ്ടോ. 35 ലിറ്ററാണ് ഈ ഒരു ഇതിൻ്റെ കപ്പാസിറ്റി കേട്ടോ. അത്യാവശ്യം നല്ല ഒരുപാട് സൈസ് ഉണ്ട്. നല്ല അത്യാവശ്യം ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ, വലിയ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ കയറും. ഇതാണ് നമ്മുടെ ചാർജ് ചെയ്യാനുള്ള ആ ഒരു പോർട്ട്, വണ്ടി ചാർജ് ചെയ്യാനുള്ള ഒരു ഇതും കാര്യങ്ങളും പോർട്ടും കാര്യങ്ങളും വരുന്നത്. ഇതിൻ്റെ ചാർജർ കേബിൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ചാർജർ കേബിൾ വരുന്നത്. തുറക്കട്ടെ, കുറച്ച് ടൈം എടുക്കും, ഞാൻ ഒറ്റയ്ക്കാണ്. ഇതൊരു ഓൺ ബോർഡ് ചാർജിങ് ആണ് കേട്ടോ. എടുക്കാൻ കിട്ടുന്നില്ല. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലഗിൽ കണക്ട് ചെയ്യാം. പ്ലഗിൽ കണക്ട് ചെയ്തിട്ട് ഇത് നമ്മൾ ഈ ഒരു വശം ഡയറക്റ്റ് നമ്മളിവിടെ അത് കുത്തി കൊടുക്കാം. ഇതൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇതിൻ്റെ മറ്റേ കൂളിംഗ് ഫാനും സിസ്റ്റമൊക്കെ വണ്ടിയുടെ ഉള്ളിൽ തന്നെയാണ്, പുറത്തല്ല. ഇത്രേ ഉള്ള പരിപാടി കേട്ടോ. ചാർജ് ചെയ്യണം, കണക്ട് ചെയ്യണ ആ ഒരു ഭാഗം നമുക്കിതിൽ തന്നെ വയ്ക്കാം.
പിന്നെ ഈ കാണുന്ന പ്രൊട്ടക്ടർ ഗാർഡ്, അതുപോലെ തന്നെ ഈ ലേഡീസ് ഫുഡ് റെസ്റ്റ്, അതുപോലെ തന്നെ സെൻറ്റർ സ്റ്റാൻഡ്, ഇതെല്ലാം നമുക്ക് തന്നെ ആക്സസറിയാണ്. ഈ ആക്സസറീസ് എല്ലാം അടക്കം ഏകദേശം വണ്ടിയുടെ റേറ്റ് വരുന്നത് 1.64 സംതിങ് ആണ്. ഇവിടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DRL തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ ലൈറ്റ് അടിപൊളിയായിട്ട്. പിന്നെ ഈ വണ്ടിയുടെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇത് മെറ്റൽ ബോഡിയാണ്. അങ്ങനെ മറ്റുള്ള വണ്ടികൾ പോലെ ഫൈബറും കാര്യങ്ങളൊന്നുമല്ല. ജസ്റ്റ് ഒരു ചെറിയൊരു വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരു പരിപാടിയൊന്നുമില്ല. ഈ ഒരു ഭാഗത്താണ് പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. പക്ഷേ വെള്ളത്തിൽ കൂടെ ഇറക്കിയാലും പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും വരില്ല എന്നാണ് അവർ പറയുന്നത്. IP67 പ്രകാരം വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഈ ഒരു വാഹനം. പിന്നെ ഹാൻഡലിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയിട്ടോ. ഈ ഒരു വാഹനത്തിന് നമുക്ക് ഹാൻഡിൽ ലോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്കുണ്ടാകും. അതായത് ഇത് നമുക്കിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നമ്മളൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുക. അയ്യോ ഇത് ഇരിക്കണില്ല. അതാ ഇരുന്ന് കഴിഞ്ഞത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഹാൻഡിൽ ലോക്ക് ആയിട്ടിരിക്കും. നല്ല അമർത്തണം കേട്ടോ. ആവണില്ലേ ഇത് ഇത്ര നേരം വീണില്ല കേട്ടോ. അതെന്തുകൊണ്ടാണെന്നറിയോ? ഈ സാധനം ഇവിടെ ഒരു ചെറിയൊരു ലോക്ക് ഉണ്ട്. നമ്മൾ ഈ സംഭവം ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക, ഇങ്ങനെ ആക്കുക, എന്നിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ വിടുക. അപ്പോൾ ഈ ലോക്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ എടുക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് സെറ്റായി. ഇപ്പോൾ ഇത് ലോക്കായി. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ബാക്കിലേക്ക് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം റിലീസായി. അപ്പോൾ ഹാൻഡിൽ ലോക്ക് കിട്ടും. ഓടിച്ച് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. ഏകദേശം 134 കിലോഗ്രാമാണ് ഈ ഒരു വണ്ടിയുടെ വെയിറ്റും കാര്യങ്ങളും വരുന്നത്. പിന്നെ ഞാൻ ഏകദേശം 5.8 ആണ് ഹൈറ്റ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, കാലൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ കുത്താൻ പറ്റുന്നുണ്ട്. ഇത്രയും ഭാഗം നമുക്ക് ബെൻഡ് ഉണ്ട്. ഇപ്പോൾ ലേഡീസിനാണെങ്കിലും കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കാണെങ്കിലും സുഖമായിട്ട് ഈ ഒരു വാഹനം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ മെറ്റൽ ബോഡിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിൻ്റേതായിട്ടുള്ളൊരു ഗംഭീരമായിട്ടുള്ളൊരു വെയിറ്റും കാര്യങ്ങളൊന്നും വണ്ടിക്ക് വരുന്നില്ല. 134 kg ആവുമെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കൊന്ന് വണ്ടിയും ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി ഇപ്പോൾ ഇഗ്നിഷൻ ഓൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ന്യൂട്രൽ, ഇപ്പോൾ നമുക്ക് ഡ്രൈവ് മോഡായി 0 കാണിച്ചു. ഇനിയിപ്പോൾ നമുക്കൊന്ന് കൈ കൊടുത്തൊന്ന് എടുത്ത് നോക്കാം. കണ്ട ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു തള്ളിക്കയറ്റുണ്ട് കേട്ടോ. പിന്നെ ഹെൽമെറ്റ് വെക്കണം, വേറെ കാര്യം ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് വെക്കാതെ. അതായത് ഞാൻ റോഡിൽ ഈ വാഹനം ഓടിച്ചിരുന്നു. എന്നാലും ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറയാണ്, ആദ്യമേ തന്നെ എടുക്കുമ്പോൾ ത്രോട്ടിൽ നിങ്ങൾ ഒറ്റയടിക്ക് ഇങ്ങനെ കൊടുക്കരുത്. നമ്മുടെ പെട്രോൾ വാഹനത്തിൽ കൊടുക്കണ പോലെ ഒറ്റയടിക്ക് എടുക്കാമെന്ന രീതിയിൽ കൊടുക്കരുത്. കാരണം ഇതിന് ഇനീഷ്യൽ കുറച്ച് കൂടുതലാണ്. നമ്മൾ ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ വണ്ടി നമ്മളെയും കൊണ്ട് ഇങ്ങനെ പറക്കുന്ന പോലത്തെ ഒരു ഫീൽ വരും. അത് ഈ വാഹനമല്ല, ഒരുവിധം എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളും അങ്ങനെ തന്നെയാണ്. നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ലാഗ്, അതായത് നമ്മുടെ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ലാഗ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ, അതൊന്നും ഈ ഒരു വാഹനത്തിനില്ല. നമ്മൾ എത്ര കൊടുത്താലും അതിനനുസരിച്ച് വാഹനം ആ ഒരു സഡൻ പിക്കപ്പിൽ പറക്കും. അപ്പോൾ കുറച്ചൊന്ന് കെയർ ചെയ്തിട്ട് വേണം ഇലക്ട്രിക് വാഹനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിക്കാനായിട്ട്. പ്രത്യേകിച്ച് ലേഡീസിൻ്റെ അടുത്താണ് പറയുന്നത് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. കാരണം നമ്മുടെ ആ ഒരു മെയിൻ വീഡിയോ 2 വാഹനത്തിൻ്റെയും ഫുള്ള് സ്പെക്കും കാര്യങ്ങളും പറയണ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കനും കാര്യങ്ങൾ ക്ലിക്ക് ചെയ്തിടുക. നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. ഒരു കാര്യം കൂടി, വാഹനം എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ബജാജിൻ്റെ ഷോറൂമിൻ്റെ, ഗ്രാൻഡ് ബജാജിൻ്റെ ഷോറൂമിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ശരി.